ഒരു സ്വർണ്ണ മുട്ടയുടെ വില $100 മില്യൺ ആണ്. അങ്ങനെ 3 സ്വർണ്ണ മുട്ടകൾ മാത്രമേ ഈ ഭൂമിയിൽ അവശേഷിക്കുന്നുള്ളൂ. ഈ സ്വർണ്ണ മുട്ടകൾ അടച്ചു വെച്ചിട്ടുള്ളത് അത്രയും സേഫ് ആയിട്ടുള്ള വളരെ ചുരുക്കം ആളുകൾക്ക് മാത്രം അറിയുന്ന സ്ഥലങ്ങളിലായിട്ടാണ്. അത് മോഷ്ടിക്കാൻ ആരെ കൊണ്ടും പറ്റില്ല. എന്നാൽ ഇവർ അത് മോഷ്ടിക്കാനേ തീരുമാനിച്ചു. ഇന്ന് ഞാൻ നിങ്ങൾക്കായി കൊണ്ടുവന്നിട്ടുള്ളത് 2021 പുറത്തിറങ്ങിയ റെഡ് നോട്ടീസ് എന്നൊരു അടിപൊളി ആക്ഷൻ കോമഡി റോബറി സിനിമയാണ്. ഈ വീഡിയോ നിങ്ങൾ തുടർന്ന് കാണുന്നുണ്ടെങ്കിൽ അത് നിർബന്ധമായിട്ടും അവസാനം വരെ കാണാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ഈ കഥയുടെ ഏറ്റവും വലിയ ട്വിസ്റ്റ് ഇരിക്കുന്നത് കഥയുടെ ക്ലൈമാക്സിലാണ്. നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു ക്ലൈമാക്സ് തന്നെയാണ് ഈ കഥക്കുള്ളത്. BC 1-ാം നൂറ്റാണ്ടിൽ ഈജിപ്തിലെ രാജ്ഞിയായ ക്ലിയോപാട്രക്ക് വിവാഹ സമ്മാനമായ റോമൻ സൈന്യാധിപനായ മാർക്ക് ആന്റണി സമ്മാനിച്ചത് 3 മുട്ടകളാണ്. സാധാരണ മുട്ടകളല്ല, കോടികൾ വില വരുന്ന 3 സ്വർണ്ണ മുട്ടകളാണ് അത്. എന്നാൽ പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഈ 3 മുട്ടകളും മോഷണം പോയി. അതിൽ നിന്ന് 2 മുട്ടകൾ മാത്രമേ കണ്ടെത്തിയിട്ടുള്ളൂ. 2000-ലധികം വർഷം പിന്നിട്ടിട്ടും കാണാതായ ആ ഒരു മുട്ട എവിടെയാണുള്ളത് ഇന്നേ വരെ ആരും കണ്ടെത്തിയിട്ടില്ല. ഈ ഒരു ചരിത്രം കാണിച്ചുകൊണ്ടാണ് കഥ ആരംഭിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് കഥയിലേക്ക് കടക്കാം. അപ്പോൾ കഥ ആരംഭിക്കുന്നത് റോമിൽ നിന്നാണ്. റോമിലെ ഒരു മ്യൂസിയത്തിലേക്ക് ഒരുപാട് പോലീസ് ഓഫീസേഴ്സ് വരുന്നത് കാണാം. ഇൻസ്പെക്ടർ ഉർവശി ദാസ് ആണ് ഈ പോലീസ് ടീമിന്റെ ലീഡർ. ഇൻസ്പെക്ടർ ദാസിന്റെ കൂടെ നമ്മുടെ കഥാനായകനായ റോക്കിനെ കാണാം. സോ റോക്കിന്റെ കഥാപാത്രത്തിന്റെ പേര് ജോൺ ഹാർലി എന്നാണ്. ജോൺ ഒരു പോലീസ് ഓഫീസർ അല്ല, അദ്ദേഹം ഒരു അമേരിക്കൻ FBI ഏജന്റ് ആണ്. അപ്പോൾ എന്താണ് ഇവർക്ക് റോമിൽ കാര്യം എന്ന് ചോദിച്ചാൽ, ക്ലിയോപാട്രയുടെ ഒരു സ്വർണ്ണ മുട്ട സൂക്ഷിച്ചിട്ടുള്ളത് ഈ മ്യൂസിയത്തിലാണ്. കുപ്രസിദ്ധ മോഷ്ടാവായ നോളൻ ബൂത്ത് എന്ന കള്ളൻ ആ മുട്ട മോഷ്ടിക്കാനായി ഈ മ്യൂസിയത്തിൽ ഇന്ന് എത്തുമെന്ന വിവരം ഇവർക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അത് തടയാൻ വേണ്ടിയും നോളൻ എന്ന കള്ളനെ പിടിച്ച് അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് ഇവർ ഇവിടെ എത്തിയത്. ദ ബിഷപ്പ് എന്നറിയപ്പെടുന്ന ഒരാളാണ് നോളൻ ഇവിടെ മുട്ട മോഷ്ടിക്കാനായി വരുന്നുണ്ട് എന്ന വിവരം ഏജന്റ് ജോണിനെ അറിയിച്ചത്. അപ്പോൾ മ്യൂസിയത്തിന്റെ നടുക്ക് ഹൈ സെക്യൂരിറ്റിയിൽ വെച്ചിട്ടുള്ള ഇതാണ് ക്ലിയോപാട്രയുടെ 3 മുട്ടകളിൽ നിന്ന് ഒരു മുട്ട. എല്ലാവരും അതിനു ചുറ്റും നിന്ന് ആ മുട്ടയുടെ ഭംഗി ആസ്വദിക്കുന്നത് കാണാം. മ്യൂസിയത്തിന്റെ മാനേജർ വന്ന് ഓഫീസേഴ്സിനോട് പറയാണ്, നിങ്ങൾ എന്ത് വിഡ്ഢിത്തമാണ് പറയുന്നത്? ഈ മുട്ട ഇവിടെ വന്ന് മോഷ്ടിക്കാൻ ആരും ധൈര്യപ്പെട്ടില്ല. ദാ നോക്ക്, ഇത് ഇവിടെ തന്നെയുണ്ട്. അപ്പോൾ ഏജന്റ് ജോണിന് ചെറിയ സംശയം തോന്നി തന്റെ കയ്യിലുള്ള ടാബ്ലറ്റ് വെച്ച് ആ മുട്ട സ്കാൻ ചെയ്തു. ഒരു കുട്ടി അവിടെ നിന്നുകൊണ്ട് കൊക്കക്കോള കുടിക്കുന്നുണ്ട്. മോനെ, നിന്റെ കൊക്കക്കോള അങ്കിളിന് തരുമോ എന്ന് ചോദിച്ച് ആ കുട്ടിയുടെ കയ്യിൽ നിന്ന് ഏജന്റ് ജോൺ കൊക്കക്കോള മേടിക്കുകയും എന്നിട്ട് മുട്ടയുടെ മുകളിലേക്ക് ജോൺ ആ കൊക്കക്കോള ഒഴിക്കുകയുമാണ്. അപ്പോൾ ആ മുട്ട മെൽട്ടായി പോകുന്നത് കാണാം. അതായത് അത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ഒറിജിനൽ ഓൾറെഡി കുപ്രസിദ്ധ കള്ളനായ നോളൻ ബൂത്ത് മോഷ്ടിച്ചു കഴിഞ്ഞു. അങ്ങനെ പോലീസ് ഓഫീസേഴ്സ് പെട്ടെന്ന് അവിടെ അലാം ബട്ടൺ ക്ലിക്ക് ചെയ്തു. അപ്പോൾ അവിടെയുള്ള എല്ലാ ഡോർസും ക്ലോസ് ആവുകയാണ്. ഈ സമയം ഒരുത്തൻ ഡോർ പൂട്ടുന്നതിന് മുന്നേ അതിലെ ചാടി ഓടി രക്ഷപ്പെടുകയാണ്. അങ്ങനെ ഏജന്റ് ജോണിന് മനസ്സിലായി അവൻ തന്നെയാണ് നോളൻ എന്ന്. അങ്ങനെ ഏജന്റ് അവനെ പിടിക്കാനായി അവന്റെ പിന്നാലെ ഓടുകയാണ്. സോ ഗൈസ്, ഇതാണ് നമ്മുടെ കുപ്രസിദ്ധ മോഷ്ടാവായ നോളൻ ബൂത്ത്. ഇവന്റെ പ്രധാന ഹോബി ആർട്ട് വർക്സും വിലപിടിപ്പുള്ള പ്രധാന വസ്തുക്കളൊക്കെ മോഷ്ടിക്കുക എന്നതാണ്. പല രാജ്യങ്ങളിലും പോലീസ് ഓഫീസർ തല കുത്തി നിന്നിട്ടും ഇവനെ പിടിക്കാൻ സാധിച്ചിട്ടില്ല. ഇവനെ പിടിച്ചാലൊക്കെ ഇവൻ അവിടുന്ന് രക്ഷപ്പെടും. സോ ഇവിടെ നമ്മുടെ ഏജന്റ് ജോണും പോലീസ് ഓഫീസേഴ്സും നോളനെ പിടിക്കാനായി കഷ്ടപ്പെട്ട് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അവരെയൊക്കെ കബളിപ്പിച്ചുകൊണ്ട് നോളനെ രക്ഷപ്പെടാനായി ശ്രമിക്കുകയാണ്. എന്നാൽ നോളൻ ഏജന്റ് ജോണിന്റെ തോക്കിന്റെ മുന്നിൽ പെട്ടു. അപ്പോൾ നോളൻ ധരിച്ചിട്ടുള്ള ആ ബാഗിലാണ് മുട്ടയുള്ളത്. അങ്ങനെ ഏജന്റ് ജോൺ ആ ബാഗ് തനിക്ക് തന്ന് കീഴടങ്ങാനായി നോളനോട് പറയുകയാണ്. ഈ സമയം തോക്കുമായി അവിടെ ഇൻസ്പെക്ടർ ദാസ് വന്നപ്പോൾ ഏജന്റ് ജോണിനെ ഡിസ്ട്രാക്ട് ചെയ്ത് അവിടുത്തെ ജനാല വഴി നോളൻ ചാടി. പിന്നാലെ നോളനെ പിടികൂടാനായി ഏജന്റ് ജോണും ചാടി. താഴെ എത്തിയ നോളൻ ഒരു സ്കൂട്ടർ എടുത്ത് അവിടുന്ന് സ്കൂട്ടായി. ഏജന്റ് ജോൺ ആണെങ്കിലോ അവിടെ ഒരു പോർഷെ കാറിന്റെ ഇവന്റ് നടക്കുന്നുണ്ട്. അവിടുന്ന് ഒരു പോർഷെ കാർ എടുത്ത് നോളനെ പിടിക്കാനായി പോവുകയാണ്. എന്നാൽ ഒരു ട്രക്ക് പെട്ടെന്ന് മുന്നിൽ വന്ന് പോർഷെ കാർ ട്രക്കിൽ ക്രാഷ് ആവുകയാണ്. അങ്ങനെ മുട്ടയുമായി റോമിൽ നിന്ന് നോളൻ രക്ഷപ്പെട്ടു. ഇനിയുള്ള കഥ അങ്ങ് ബാലിയിൽ നിന്നാണ്. ഈ കഴിഞ്ഞ സംഭവം നടന്ന 2 ദിവസങ്ങൾക്ക് ശേഷം നോളൻ മോഷിച്ച മുട്ടയുമായി നോളൻ തന്റെ ബാലിലെ താമസ സ്ഥലത്തെത്തി. അവിടെ എത്തി നോളൻ താൻ മോഷിച്ച മുട്ട നോക്കുമ്പോൾ പെട്ടെന്ന് പിന്നിൽ നിന്ന് ഒരുത്തൻ നല്ല അടിപൊളി വീടാണല്ലോ എന്ന് പറയുന്നു. അത് വേറെ ആരുമല്ല, ഏജന്റ് ജോൺ ആണ്. സോ ഏജന്റ് ജോൺ നോളനെ പിടികൂടാനായി ബാലി വരെ എത്തിയിട്ടുണ്ട്. ഏജന്റ് ജോൺ മാത്രമല്ല, ഇൻസ്പെക്ടർ ദാസും പുള്ളിക്കാരുടെ പോലീസ് ഫോഴ്സും അവിടെ വന്നിട്ടുണ്ട്. അങ്ങനെ ഇൻസ്പെക്ടർ നോളന്റെ കയ്യിലുള്ള മുട്ട മേടിച്ചു വെച്ചു. സോ ഈ സമയം നോളനും ഏജന്റ് ജോണും തമ്മിൽ ഒരു ഫേസ് ടു ഫേസ് കോൺവെർസേഷൻ നടക്കുന്നുണ്ട്. അതായത് ഏജന്റ് ജോൺ നോളനോട് പറയാണ്, കഴിഞ്ഞ ഒരുപാട് നാളുകളായി ഞാൻ നിന്റെ പിന്നാലെയുണ്ട്. നിന്റെ ഓരോ നീക്കങ്ങളും എനിക്കറിയാം. അതേപോലെ നിന്റെ മുഴുവൻ ചരിത്രവും എനിക്ക് നന്നായി അറിയാം. നിന്റെ അച്ഛൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു, അമ്മ ഒരു പ്രൊഫസറും. എന്നാൽ നീ നിന്റെ 8 വയസ്സ് പ്രായമുള്ളപ്പോൾ തന്നെ മോഷണം തുടങ്ങി. നിനക്ക് അപ്പോൾ മനസ്സിലായി നിനക്ക് കക്കാൻ കഴിവുണ്ട് എന്ന്. അങ്ങനെ നീ നിന്റെ മോഷ്ടിക്കാനുള്ള കഴിവ് നിന്റെ തൊഴിലായി മാറ്റി. അപ്പോൾ നോളൻ ജോണിനോട്, ഞാൻ മുട്ട മോഷ്ടിക്കാനായി എത്തുമെന്ന് ആരാണ് പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ ദ ബിഷപ്പ് എന്ന് ജോൺ മറുപടി കൊടുത്തു. എന്തായാലും അവർ നോളനെ അറസ്റ്റ് ചെയ്തു. എങ്ങനെയും രക്ഷപ്പെടാൻ കഴിയാത്ത അത്രയും സെക്യൂരിറ്റി ഉള്ള റഷ്യൻ ജയിലിലേക്കാണ് അവർ നോളനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്. തൊണ്ടി മുതലായ സ്വർണ്ണ
സ്വർണ്ണമുട്ട കുറ്റവാളിയെ കൊണ്ടുപോകുന്ന അതേ വാനിൽ വെക്കാൻ എനിക്ക് ധൈര്യമില്ല, വേറെ വണ്ടിയിൽ വെക്കണമെന്ന് ഇൻസ്പെക്ടർ ദാസ് ഏജന്റ് ജോണിനോട് പറയുകയാണ്. അങ്ങനെ ജോൺ മുട്ട വെച്ചിട്ടുള്ള പെട്ടി താൻ പോകുന്ന വാനിൽ വെക്കുകയാണ്. എന്നാൽ ഏജന്റ് ജോൺ പെട്ടി വെച്ച് ഫ്രണ്ട് സീറ്റിൽ കയറാനായി പോയപ്പോൾ ഒരു ഓഫീസർ ആ ഡിക്കി തുറന്ന് ഡ്യൂപ്ലിക്കേറ്റ് എഗ് വെക്കുന്നത് കാണാം. ഡ്രൈവർ അപ്പോൾ ജോണിനോട് പറയാണ് ആരോ ഡിക്കി തുറന്നിട്ടുണ്ട് എന്ന്. ജോൺ അത് നോക്കാനായി പോയി. അപ്പോൾ അവിടെ ആരുമില്ല. ഡിക്കി തുറന്നു നോക്കിയപ്പോൾ മുട്ടയുള്ള പെട്ടിയും അതിലുണ്ട്. ആരുമില്ല, നമുക്ക് പോകാമെന്ന് ഡ്രൈവറിനോട് ജോൺ പറഞ്ഞു. അങ്ങനെ ആ വണ്ടി പോയതിനു ശേഷം വണ്ടിയുടെ അടിയിലായിട്ടാണ് ഈ ഓഫീസറിനെ വേഷം ധരിച്ച ആൾ ഒളിച്ചു നിന്നിട്ടുണ്ടായത്. അപ്പോൾ അയാൾ മാസ്ക് അഴിച്ച് നടന്നു പോകുന്നത് കാണാം. സോ അതൊരു സ്ത്രീയാണ്. ഇനിയുള്ള കഥ വീണ്ടും റോമിൽ നിന്നാണ്. ഏജന്റ് ജോൺ ഒരു ബാറിലിരുന്ന് മദ്യപിക്കുമ്പോൾ ജോണിനെ കാണാനായി ഇൻസ്പെക്ടർ അവിടെ എത്തി. ജോൺ അമേരിക്കയിലേക്ക് തിരിച്ചു പോകാൻ ടിക്കറ്റ് ഒക്കെ എടുത്തിട്ടുണ്ട്. പക്ഷെ ഇൻസ്പെക്ടർ ദാസിന്റെ കയ്യിൽ ഒരു ബാഗ് കാണാം. പുള്ളിക്കാരി അത് തുറന്നപ്പോൾ അതിലുള്ളത് സ്വർണ്ണ മുട്ടയാണ്. എന്നാൽ ദാസ് അതെടുത്ത് നിലത്തിട്ടപ്പോൾ അത് പൊട്ടിപ്പോവുകയാണ്. അതായത് അതൊരു ഫേക്ക് എഗ് ആണ്, ഒറിജിനൽ അല്ല. എന്ത്, നോളൻ ഫേക്ക് എഗ് ആണ് നമ്മൾക്ക് തന്നത് എന്ന് ജോൺ ചോദിച്ചപ്പോൾ ഇൻസ്പെക്ടർ ദാസ് ദേഷ്യത്തോടെ ജോണിനോട് പറയാണ് അഭിനയിച്ചത് മതി മിസ്റ്റർ ജോൺ, യു ആർ അണ്ടർ അറസ്റ്റ്. നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് $8 മില്യൺ വന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. നിങ്ങളാണ് എഗ് മാറ്റിയത് എന്ന് നമ്മൾക്ക് മനസ്സിലായി. അങ്ങനെ അവർ ഏജന്റ് ജോണിനെ അറസ്റ്റ് ചെയ്യുകയാണ്. ജോൺ അവരോട് ഒരുപാട് തവണ പറഞ്ഞു ഞാനല്ല, എനിക്കിതിൽ പങ്കില്ല, ഞാൻ നിരപരാധിയാണ് എന്നൊക്കെ. എന്നാൽ തെളിവുകളൊക്കെ ജോണിന് എതിരാണ്. പോരാത്തതിന് $8 മില്യൺ ജോണിന്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. അതും അവര് കണ്ടെത്തി. അങ്ങനെ അവര് ജോണിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് റഷ്യയിലെ ജയിലിലേക്കാണ്. സോ ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു വലിയ മലയുടെ മുകളിലായിട്ടാണ് ഈ ജയിൽ സ്ഥിതി ചെയ്യുന്നത്. അവിടത്തേക്ക് 4 വീൽ വഴി പോകാൻ കഴിയത്തില്ല, ഹെലികോപ്റ്ററിൽ മാത്രമേ പോകാൻ സാധിക്കൂ. അങ്ങനെ ആ ജയിലിൽ ജോണിനെ അടച്ചു. ഇനി കോമഡി എന്തെന്ന് വെച്ചാൽ ജോണിനെ അടിച്ചത് നമ്മുടെ നോളന്റെ അതേ സെല്ലാണ്. അങ്ങനെ അവര് ഭക്ഷണം കഴിക്കാനായി പോകുന്ന സമയത്ത് ഇതിനെ കുറിച്ച് സംസാരിക്കുകയാണ്. സോ ദ ബിഷപ്പ് എന്നറിയപ്പെടുന്ന ആളും നോളനെ പോലെ ഒരു കള്ളൻ തന്നെയാണ്. ആ ദ ബിഷപ്പാണ് നോളനെ ഒറ്റിക്കൊടുത്തത്. ജോണിനോട് നോളന്റെ പേര് പറഞ്ഞ് അതിൽ ജോണിനെയും ദ ബിഷപ്പ് തന്നെയാണ് കുടുക്കിയത്. അതേപോലെ ഈ മുട്ടയുടെ വിലയെക്കുറിച്ചും നോളൻ ജോണിന് പറഞ്ഞു കൊടുക്കുകയാണ്. ഒരു മുട്ടക്ക് $100 മില്യൺ. എന്നാൽ അത് ഓരോന്നായിട്ട് വാങ്ങാൻ ആളില്ല. 3 മുട്ടയും ഒരുമിച്ച് കൊടുത്താൽ അത് $300 മില്യൺ വാങ്ങാൻ ഒരു ബില്യണിയർ ഉണ്ട്. ആ ബില്യണിയറിന്റെ മകളുടെ പേരും ക്ലിയോപാട്ര എന്നാണ്. ആ മകളുടെ കല്യാണത്തിന് സമ്മാനമായി കൊടുക്കാനാണ് അദ്ദേഹത്തിന് ഈ 3 മുട്ടകൾ വേണ്ടത്. കല്യാണത്തിന് മുൻപായിട്ട് ഈ 3 മുട്ടകൾ എത്തിച്ചാൽ മാത്രമേ ബിസിനസ് നടക്കൂ, അല്ലെങ്കിൽ അദ്ദേഹം അത് മേടിക്കില്ല. അപ്പോൾ ജോൺ ചോദിക്കാണ് അതിനിപ്പോൾ 2 മുട്ട മാത്രമല്ലേ ഇപ്പോൾ ഉള്ളൂ, മൂന്നാമത്തത് ഇതുവരെ ആരും കണ്ടെത്തിയിട്ടില്ലല്ലോ. 2ാമത്തെ മുട്ട കിട്ടിയാൽ മാത്രമേ ഞാൻ 3ാമത്തെ മുട്ട എവിടെയാണുള്ളത് എന്ന് കണ്ടുപിടിക്കുകയുള്ളൂ എന്ന് നോളൻ പറഞ്ഞു. അപ്പോൾ 2ാമത്തെ മുട്ട എവിടെയാണുള്ളത് എന്ന് ജോൺ പറയുകയാണ്. സൊട്ടോവിച്ച് എന്ന ഒരു ഇന്റർനാഷണൽ വെപ്പൺ ഡീലറിന്റെ കൈവശമാണ് 2ാമത്തെ മുട്ടയുള്ളത്. അദ്ദേഹം വളരെ ക്രൂരനാണ്. വെലൻസിയയിലെ അദ്ദേഹത്തിന്റെ മാൻഷനിലെ സീക്രട്ട് വോൾട്ടിലാണ് ഈ മുട്ട സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത്. ഞാൻ ഇപ്പോൾ പുറത്തുണ്ടെങ്കിൽ അത് വളരെ നിസ്സാരമായി ഞാൻ മോഷ്ടിച്ചേനെ എന്നും ജോണിനോട് നോളൻ പറയുന്നുണ്ട്. സോ ഇവിടെ ഇവര് സെല്ലുള്ള സമയത്ത് ഓഫീസേഴ്സ് വന്ന് ക്യാപ്റ്റൻ നിങ്ങളെ കാണണമെന്ന് പറഞ്ഞ് ഇവരെ രണ്ടുപേരും സെൽ നിന്ന് പിടിച്ചു കൊണ്ടുപോവുകയാണ്. എന്നിട്ട് ക്യാപ്റ്റന്റെ റൂമിൽ കസേരയിൽ അവരെ ഇരുത്തി. അപ്പോ ആരാണ് ഇത് നോക്കൂ ഗൈസ്, വേറെ ആരുമല്ല, നേരത്തെ വാനിൽ നിന്ന് ഫേക്ക് എഗ് എക്സ്ചേഞ്ച് ചെയ്ത സ്ത്രീയെ നിങ്ങൾ കണ്ടിട്ടില്ലേ, പുള്ളിക്കാരി തന്നെയാണ് ഇത്. ആൻഡ് ഇതാണ് നിങ്ങൾ നേരത്തെ കേൾക്കുന്ന ദ ബിഷപ്പ്. സോ ഇവര് 3 പേരുമാണ് നമ്മുടെ കഥയിലെ പ്രധാന കഥാപാത്രങ്ങൾ. സോ ഇവിടെ ബിഷപ്പ് ആദ്യം തന്നെ ഏജന്റ് ജോണിനോട് സോറി പറഞ്ഞിട്ട് എന്താണ് നടന്നത് എന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ്. അതായത് പുള്ളിക്കാരി ഫേക്ക് എഗ് വെച്ച് ഒറിജിനൽ എഗ് എടുത്തതിനു ശേഷം ജോണിനെ കൊടുക്കാൻ വേണ്ടി ജോണിന്റെ പേരിലുള്ള അക്കൗണ്ടിലേക്ക് $8 മില്യൺ സെൻഡ് ചെയ്തു. ഞാൻ വിചാരിച്ച പോലെ തന്നെ ഇൻസ്പെക്ടർ ദാസ് നിങ്ങളെ അറസ്റ്റ് ചെയ്തു. സോ ഇവിടെ അവരോട് ബിസിനസ് ഡീലിനെ കുറിച്ച് ബിഷപ്പ് സംസാരിക്കുകയാണ്. അതായത് ഇപ്പോൾ എന്റെ കയ്യിൽ ഒരു മുട്ടയുണ്ട്, വൈകാതെ 2ാമത്തെ മുട്ടയും ഞാൻ സൊട്ടോച്ചിന്റെ അടുത്തുനിന്ന് മോഷ്ടിക്കും. പക്ഷെ 3ാമത്തെ മുട്ടയും എനിക്ക് വേണം. അത് എവിടെയാണുള്ളത് എന്ന് ആകെ അറിയുന്നത് നോളന്, നിനക്ക് മാത്രമാണ്. നീ അത് എനിക്ക് എടുത്തു തന്നാൽ നിങ്ങളെ 2 പേരും ഞാൻ ഇവിടുന്ന് മോചിപ്പിക്കും. അതേപോലെ ഏജന്റ് ജോണിന്റെ നിരപരാധിത്വവും ഞാൻ തന്നെ തെളിക്കും. അത് മാത്രമല്ല ഞാൻ നടത്തുന്ന ബിസിനസിന്റെ 10% നിങ്ങൾക്കും. വേഗം തീരുമാനിക്കണം, വൈകിയാലും 10% എന്നത് 5% ആവുമെന്നും പറഞ്ഞുകൊണ്ട് ബിഷപ്പ് അവിടുന്ന് പോവുകയാണ്. സോ ഇവിടെ ഇവര് 2 പേരും ജയിലിലെ പൊളിഞ്ഞു വീണ മതിലിലെ കല്ലുകൾ അവിടെ എടുത്തു വെക്കുന്നത് കാണാം. ഈ സമയം ജോൺ നോളിനോട് പറയാണ് നമുക്കിനി ഒന്നിച്ചു നിന്നാൽ മാത്രമേ അവളെ പൂട്ടാൻ സാധിക്കൂ, നമ്മൾ ടീം വർക്ക് ചെയ്യണമെന്നൊക്കെ. സൊട്ടോഷ് നാളെ രാത്രി അവന്റെ മാൻഷനിൽ ഒരു ഗംഭീര പാർട്ടി നടത്തുന്നുണ്ട്. അവിടെ ബിഷപ്പ് എന്തായാലും മുട്ട മോഷ്ടിക്കാനായി എത്തും. സോ നമ്മൾ അതിനു മുൻപായിട്ട്, അതായത് നാളെ രാവിലെയായിട്ട് ഈ ജയിൽ ചാടിയിരിക്കണമെന്ന് ജോൺ നോളിനോട് പറയാണ്. രാത്രി അവര് ഉറങ്ങാൻ കിടന്നപ്പോൾ നോളൻ ജോണിനോട് ചോദിക്കാണ് ബാലിൽ നിന്ന് നീ എന്നെ അറസ്റ്റ് ചെയ്യുമ്പോൾ നീ എന്റെ അച്ഛനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടില്ലേ, നീ അതൊക്കെ എവിടുന്നാണ് അറിഞ്ഞത്? അതേപോലെ നോളൻ തന്നെ അച്ഛനെ കുറിച്ചൊക്കെ ജോണിന് പറഞ്ഞു കൊടുക്കുകയാണ്. ഞാൻ കള്ളനാവാൻ തന്നെ കാരണം എന്റെ അച്ഛനാണ്. എനിക്ക് വെറും 8 വയസ്സ് പ്രായമുള്ളപ്പോൾ എന്റെ അച്ഛന്റെ പ്രിയപ്പെട്ട ഒരു വാച്ച് കാണാതെയായി. അച്ഛൻ വിചാരിച്ചത് ഞാനാണ് ആ വാച്ച് മോഷ്ടിച്ചതെന്നാണ്. ചെയ്യാത്ത കുറ്റത്തിന് അച്ഛൻ എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞു. 1 വർഷം
വർഷം മുഴുവനും അച്ഛൻ എന്നോട് സംസാരിച്ചിട്ടില്ല. എന്നാൽ ഒരു ദിവസം അച്ഛന്റെ ഓഫീസിൽ നിന്ന് കാണാതെയായ അച്ഛന്റെ വാച്ച് അച്ഛന് തന്നെ കിട്ടി. പേപ്പേഴ്സിന്റെ ഒക്കെ അടിയിൽപ്പെട്ട് കാണാതായതാണ് ആ വാച്ച്. സോ ചെയ്യാത്ത കുറ്റത്തിനാണ് ഇത്രയും കാലം അച്ഛൻ എന്നെ കുറ്റപ്പെടുത്തിയത്. അതിനുശേഷം പിന്നീട് അച്ഛൻ പലതവണ എന്നോട് സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും ഞാൻ പിന്നീട് ഒരിക്കലും എന്റെ അച്ഛനോട് സംസാരിച്ചിട്ടില്ല. ഞാൻ അദ്ദേഹത്തെ വെറുത്തുപോയി. സോ അടുത്ത ദിവസം, അതായത് ഇന്നാണ് അവര് ജയിൽ ചാടനെ പോകുന്നത്. അപ്പോൾ എന്താണ് പ്ലാൻ എന്ന് ജോൺ നോളനോട് ചോദിച്ചപ്പോൾ നോളൻ ഒരു പ്ലാനും പറയാതെ ഒരു സോപ്പ് എടുത്ത് ലോണ്ടറിയിലെ റൂമിലേക്ക് പോവുകയാണ്. എന്നിട്ട് മെഷീനിൽ ഗ്ലിസറിനോടൊപ്പം സോപ്പ് മിക്സ് ചെയ്തു. അങ്ങനെ അവിടെ ഒരു പൊട്ടിത്തെറി ഉണ്ടാവുകയും ഓഫീസേഴ്സിനെ അവരെ ഡിസ്ട്രാക്ട് ചെയ്യുകയും ചെയ്തു. ഈ സമയം ജയിൽ പുള്ളികളും ജയിലേഴ്സും കിടിലൻ ഫൈറ്റ് ആണ്. ഈ സമയം ഇവന്മാര് രണ്ടുപേരും അവരുടെയൊക്കെ കണ്ണു വെട്ടിച്ച് ജയിലിന്റെ പുറത്തെ ഡോർ തുറന്നിറങ്ങി. എന്നിട്ട് നോളൻ അവർ തന്നെ കെട്ടി കല്ലിലെ മതിലിന്റെ ഒരു കല്ല് പുറത്തെടുത്തു. ആ ഒരു കല്ല് പുറത്തെടുത്തപ്പോൾ ആ മതില് തന്നെ പൊട്ടി വീണു പോവുകയാണ്. സോ നോളൻ ഈ മതില് ആ ഒരു രീതിയിൽ തന്നെയാണ് കെട്ടിയത്. അങ്ങനെ ആ മതിൽ വഴി ഓടി രക്ഷപ്പെടാനൊന്നും അവർക്ക് കഴിയത്തില്ല. പിന്നെ എന്തിനാണ് മതിൽ പൊട്ടിച്ചതെന്ന് ചോദിച്ചാൽ ഓഫീസേഴ്സിനെ ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി തന്നെയാണ്. ഈ സമയം ഒരുപാട് ഓഫീസേഴ്സ് അവരെ പിടിക്കാനായി വരുന്നുണ്ട്. എന്നാൽ അവരെ അവിടെ കാണുന്നില്ല. മതിൽ പൊട്ടിയതായും അവര് കണ്ടു. അങ്ങനെ ഓഫീസേഴ്സ് എല്ലാവരും വിചാരിച്ചു അവർ ഇതുവഴി ചാടി രക്ഷപ്പെട്ടു പോയി കാണുമെന്ന്. എന്നാൽ അവരിതാ ആ സൈഡിലായിട്ട് തന്നെയുണ്ട്. അവരുടെ ലക്ഷ്യം ഹെലികോപ്റ്റർ മോഷ്ടിക്കുക എന്നതാണ്. അല്ലാതെ രക്ഷപ്പെടാൻ വേറെ വഴിയൊന്നും അവർക്കില്ല. നോളന് ഹെലികോപ്റ്റർ പറത്താൻ അറിയാം. അങ്ങനെ അവര് രണ്ടുപേരും ഓടി പെട്ടെന്ന് ഒരു ഓഫീസറിനെ തല്ലി വീഴ്ത്തി ജോൺ ഓഫീസറിനെ തോക്ക് പിടിച്ചു വെടിച്ചു. നോളനെ ഹെലികോപ്റ്ററിലേക്കും ഓടി. പോലീസുകാരൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ ജോൺ തിരിച്ച് അവരെ ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി ഷൂട്ട് ചെയ്തു. ഈ സമയം നോളൻ ഹെലികോപ്റ്ററൊക്കെ സ്റ്റാർട്ട് ചെയ്ത് പറത്തുകയാണ്. നമ്മുടെ ഏജന്റ് ജോൺ ഹെലികോപ്റ്ററിലേക്ക് ചാടി കയറുകയും ചെയ്തു. അങ്ങനെ റഷ്യയിലെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ജയിലിൽ നിന്ന് ഇവർ രണ്ടുപേരും ചാടുകയാണ്. ഇനിയുള്ള കഥ അങ്ങ് ലണ്ടനിൽ വെച്ചാണ്. ഇവിടെ ഇൻസ്പെക്ടർ ദാസിന് ജയിൽ അധികൃതർ നോട്ടീസ് അയച്ചു. അതായത് നിങ്ങൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന 2 ജയിൽ പുള്ളികളും ജയിൽ ചാടി പോയി എന്ന് പറഞ്ഞിട്ട്. സോ ജയിൽ ചാടി ഇവന്മാര് ഒരു പ്രൈവറ്റ് ജെറ്റിലാണ് ഇനി യാത്ര ചെയ്യാനായി പോകുന്നത്. നോളന്റെ ഒരു സുഹൃത്തിന്റെ പ്രൈവറ്റ് ജെറ്റ് ആണ് ഇത്. അങ്ങനെ പ്രൈവറ്റ് ജെറ്റിൽ നിന്ന് അവർ അവരുടെ പ്ലാൻ ഡിസ്കസ് ചെയ്യുകയാണ്. അതായത് സൊട്ടോവിഷിന്റെ സീക്രട്ട് റൂമിൽ നിന്ന് എങ്ങനെയാണ് സ്വർണ്ണമുട്ട മോഷ്ടിക്കേണ്ടത് എന്ന്. അതിന്റെയൊക്കെ എക്സാക്ട് പ്ലാന് നമ്മുടെ മികച്ച കള്ളനായ നോളന് നന്നായി അറിയാം. പക്ഷെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം സൊട്ടോവിഷിന്റെ സീക്രട്ട് റൂം ഓപ്പൺ ചെയ്യണമെങ്കിൽ സൊട്ടോവിഷിന്റെ ഫേസ് ഐഡിയും വോയിസും വേണം. അത് എങ്ങനെ കിട്ടുമെന്ന് ജോൺ ചോദിച്ചപ്പോൾ തന്റെ ടാബില് ഡീപ് ഫേക്ക് ഫേസ് നോളൻ കാണിച്ചു കൊടുക്കുകയാണ്. അതിൽ സംസാരിക്കുമ്പോഴും അത് സൊട്ടോവിച്ചിന്റെ ശബ്ദത്തിൽ കൺവേർട്ട് ആവും. പക്ഷെ തീർന്നിട്ടില്ല, റൂമിന് ഒരു പാസ് കീ കൂടിയുണ്ട്. അത് എന്നാൽ എല്ലാ 5 മിനിറ്റ് കൂടുമ്പോഴും മാറിക്കൊണ്ട് നിൽക്കും. പുതിയ പാസ്വേഡ് കിട്ടണമെങ്കിൽ സൊട്ടോവിച്ചിന്റെ ഫോൺ തന്നെ വേണം. കാരണം അതിൽ മാത്രമാണ് പാസ്വേഡ് അപ്ഡേറ്റ് ആവത്തുള്ളൂ. സോ അതിനായി നമ്മളിൽ ആരെങ്കിലും ഒരാള് സൊട്ടോവിച്ചിന്റെ ഫോൺ അടിച്ചു മാറ്റണം. തീർന്നിട്ടില്ല, ഇത് കൂടാതെ അവന്റെ ഫിംഗർ പ്രിന്റ് കൂടി നമ്മൾ ഒപ്പിക്കണം. അപ്പൊ ഇതൊക്കെ നോളൻ പറഞ്ഞപ്പോഴാണ് ജോണിന് ഇതൊന്നും അത്ര ഈസി ആയിട്ടുള്ള ടാസ്ക് അല്ല എന്ന് മനസ്സിലാവുന്നത്. ഇനിയുള്ള കഥ അങ്ങ് വെലൻസിയയിൽ നിന്നാണ്. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന മാൻഷൻ ആണ് സോട്ടോവാച്ചിന്റെ മാൻഷൻ. ഇവിടെ ഒരുപാട് പണക്കാരാണ് സോട്ടോവാച്ചിന്റെ പാർട്ടിക്കായി എത്തിയിട്ടുള്ളത്. അവിടെ ഒരു ഫേക്ക് ഇൻവിറ്റേഷൻ കാർഡ് ഉപയോഗിച്ച് നമ്മുടെ ജോൺ എത്തി. നോളൻ അവിടുത്തെ വെയിറ്റർ ആയിട്ടാണ് എത്തിയിട്ടുള്ളത്. അപ്പൊ സോട്ടോവാച്ചിക്ക് ഡ്രിങ്ക് കൊടുത്ത ആ ഗ്ലാസ്സിൽ നിന്ന് ഫിംഗർ പ്രിന്റ് എടുക്കാനാണ് നോളന്റെ പ്ലാൻ. അങ്ങനെ പോകുമ്പോൾ അവർ ദ ബിഷപ്പിനും അവിടെ കാണുകയാണ്. ഈ കാര്യം ജോൺ നോളനോട് പറഞ്ഞപ്പോൾ നോളൻ പറയാണ് അവൾ ഇവിടെ വരുമെന്ന് എനിക്ക് ഉറപ്പാണ് എന്ന്. അവളുടെയും നമ്മുടെയും ലക്ഷ്യം ഒന്ന് തന്നെ. ഞാൻ ഇപ്പോ വരാമെന്ന് പറഞ്ഞ് ജോൺ ബിഷപ്പിന്റെ അടുത്തേക്ക് പോവുകയാണ്. എന്നിട്ട് ബിഷപ്പിനോട് ജോൺ പറയാണ് ഞാൻ ഇവിടെ വന്നത് ആ മുട്ട മോഷ്ടിക്കാൻ വേണ്ടിയല്ല, എനിക്ക് എന്റെ പേര് ക്ലിയർ ചെയ്യണം. ചെയ്യാത്ത കുറ്റത്തിനാണ് നീ എന്നെ കുടുക്കിയിട്ടുള്ളത്. അപ്പോ ഇത് എയർപോർട്ട്സിൽ കേട്ട നോളൻ ജോണിനോട് നീ എന്തൊക്കെ മൺതരമാണ് വിളിച്ചു പറയുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ലാസ്റ്റ് നിമിഷം നീ എന്നെ ചതിക്കല്ലേ എന്നൊക്കെ നോളൻ ജോണിനോട് പറയുന്നുണ്ട്. ബിഷപ്പ് പറയാണ് സോ സോറി, എനിക്ക് 3 മുട്ട കിട്ടാതെ നിന്റെ നിരപരാധിത്വം ഞാൻ തെളിയിക്കില്ല. എന്റെ ലക്ഷ്യം എനിക്ക് ആദ്യം പൂർത്തീകരിക്കണം. അപ്പോൾ ജോണിനും വാശിയായി. ജോൺ അപ്പോൾ ബിഷപ്പിനോട് പറയാണ് അങ്ങനെയാണെങ്കിൽ ഇനി എന്റെ ലക്ഷ്യം നിന്നെ വിലങ്ങിൽ ഇടുക എന്നതാണ്. നിന്റെ കൈകളിൽ വിലങ്ങിടുമ്പോഴാണ് എന്റെ ലക്ഷ്യം പൂർത്തിയാവുക. അങ്ങനെ അത് കേട്ട് ബിഷപ്പ് നടന്നു പോകുമ്പോൾ ജോൺ ബിഷപ്പിനെ കയറി പിടിച്ചു. അവിടുന്ന് ഒരുപാട് കപ്പിൾസ് ഡാൻസ് കളിക്കുന്നുണ്ട്. അങ്ങനെ ജോൺ ബിഷപ്പിനെ പിടിച്ച് ഡാൻസ് കളിക്കുകയാണ്. നിന്നെ എന്റെ കൺമുന്നിൽ നിന്ന് പോകാൻ ഞാൻ അനുവദിക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ അവര് ഡാൻസ് കളിക്കുമ്പോൾ സുന്ദരിയായ ഒരു സ്ത്രീയുടെ കൂടെ ഒരുത്തൻ ഡാൻസ് കളിക്കുന്നത് നമ്മുടെ സോട്ടോവച്ച കണ്ടു. അപ്പോ ഗൈസ് ഇവനാണ് നമ്മൾ പറഞ്ഞ ക്രൂരനായ വെപ്പൺ ഡീലറായ സോട്ടോവച്ചെ. ഇവന്റെ കൈവശമാണ് 2ാമത്തെ സ്വർണ്ണ മുട്ടയുള്ളത്. അപ്പൊ ഇവര് ഡാൻസ് കളിക്കുന്നത് കണ്ട് അസൂയായ സോട്ടോവച്ച് അവിടെ പോയി ജോണിനോട് വിരോധമില്ലെങ്കിൽ ഞാൻ ഇനി ഇവളുടെ കൂടെ ഡാൻസ് കളിച്ചോട്ടെ എന്ന് ജോണിനോട് ചോദിക്കുകയാണ്. യെസ് സർ, ഷുവർ എന്ന് ജോൺ പറഞ്ഞു. അങ്ങനെ ജോൺ പോകുന്ന സമയത്ത് ജോൺ സോട്ടോവച്ചിനെ ചെറുതായി ഒന്ന് തട്ടുന്നുണ്ട്. അതായത് അങ്ങനെ തട്ടിയ സമയത്ത് സോട്ടോവച്ചിന്റെ മൊബൈൽ ഫോൺ നൈസ് ആയിട്ട് നമ്മുടെ ജോൺ അടിച്ചു മാറ്റി. സോ സോട്ടോവച്ചക്ക് ഇങ്ങനെ ഡാൻസ് കളിക്കുന്നത് കണ്ടാൽ അസൂയാവും. അയാൾ അങ്ങനത്തെ ഒരു സ്വഭാവക്കാരനാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് ബിഷപ്പിന്റെ കൂടെ ജോൺ ഡാൻസ് കളിച്ചത്. ഗൈസ് പിന്നെ ഇവിടെ വിളിക്കാത്ത മറ്റൊരു അതിഥിയെ കൂടി കാണും. അത് വേറെ ആരുമല്ല, ഇൻസ്പെക്ടർ ദാസ് ആണ്. സോ ഇവിടെ ഇവർ രണ്ടുപേരും CCTV ഹാക്ക് ചെയ്ത് അതിലെ വിഷ്വൽസ് മാറ്റിയിട്ടും അതേപോലെ അവിടുത്തെ സെക്യൂരിറ്റി
ഗാർഡ്സിനെ കണ്ണു വെട്ടിച്ചിട്ടും അവര് സൊട്ടോവച്ചിന്റെ റൂമിലേക്ക് കയറി. ഇനി അവിടുത്തെ സീക്രട്ട് ലോക്കർ ഓപ്പൺ ചെയ്യണം, അതാണ് ടാസ്ക്. പക്ഷെ ഇവിടെ ഒരു കോമഡി സംഭവിച്ചു. ജോണും നോളനും കൂട്ടിമുട്ടിയപ്പോൾ സൊട്ടോവച്ചിന്റെ ഫിംഗർ പ്രിന്റുള്ള ഗ്ലാസ് നിലത്ത് വീണ് പൊട്ടിപ്പോയി. സമയം കളയാതെ പെട്ടെന്ന് ഫിംഗർ പ്രിന്റ് കണ്ടെത്തിയെന്ന് ജോൺ പറഞ്ഞു. അങ്ങനെ നിലത്തുനിന്ന് പൊട്ടിയ ഓരോ പീസ് നോക്കി ഏതിനാണ് ഫിംഗർ ഉള്ളത് എന്ന് നോളൻ കണ്ടുപിടിച്ചു. അങ്ങനെ ആ ഫിംഗർ വെച്ചിട്ടും സൊട്ടോവച്ചിന്റെ ഫോണിലുള്ള പാസ്വേഡ് ടൈപ്പ് ചെയ്തിട്ടും ഡീപ് ഫേക്ക് ആയിട്ടുള്ള ഫേസും സൗണ്ടും വെച്ചിട്ടൊക്കെ അവര് ആ ലോക്കർ ഓപ്പൺ ചെയ്തു. പക്ഷെ ലോക്കർ ഓപ്പൺ ആയപ്പോൾ സെക്യൂരിറ്റി റൂമിലുള്ളവർക്ക് ഒരു മെസ്സേജ് പോയി, അതായത് ലോക്കർ ഓപ്പൺ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. ഈ സമയം ഇവരെ രണ്ടുപേരും അറസ്റ്റ് ചെയ്യാൻ തോക്ക് ചൂണ്ടി ഇൻസ്പെക്ടർ ദാസ് വന്നു. എന്നാൽ പുള്ളിക്കാരിയെ ഡിസ്ട്രാക്ട് ചെയ്ത് തോക്ക് ചവിട്ടി ദൂരെയാക്കി അവര് രണ്ടുപേരും ആ ലോക്കർ റൂമിൽ കയറി കഥ കടച്ചു. അപ്പോതാ ഈ മുട്ട എടുക്കാൻ വേണ്ടിയാണ് അവര് വന്നിട്ടുള്ളത്. വാ പെട്ടെന്ന് എടുത്ത് നമുക്ക് സ്ഥലം വിടാം. പക്ഷെ അവിടെ വീണ്ടും ദ ബിഷപ്പ് എത്തി. അങ്ങനെ ദേഷ്യത്തിൽ ജോൺ പുള്ളിക്കാരിയോട് ഞാൻ നിന്നെ അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ ബിഷപ്പ് തന്റെ മുടിയൊക്കെ അയച്ച് ചെരുപ്പൊക്കെ അയച്ചു വെച്ചു. പിന്നീട് അവര് 3 പേരും തമ്മിലുള്ള ഉഗ്രൻ ഫൈറ്റ് ആണ്. ബിഷപ്പ് അവരെ രണ്ടുപേരും ഭയങ്കര കൂളായിട്ട് ഇടിച്ചിടുന്നുണ്ട്. സൊട്ടോവച്ചിന്റെ സെക്യൂരിറ്റി അദ്ദേഹത്തിന് അടുത്ത് പോയിട്ട് സീക്രട്ട് വോൾട്ട് റൂമിൽ ചെറിയ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ സൊട്ടോവച്ചിയും ഇവിടത്തേക്ക് വരുന്നുണ്ട്. ഇവരുടെ ഫൈറ്റ് കഴിഞ്ഞ് ബിഷപ്പ് അവരെ രണ്ടുപേരുടെയും കൈകളിൽ വിലങ്ങിട്ട് അവിടെ വീഴ്ത്തി. എന്നിട്ട് പുള്ളിക്കാരി സ്വർണ്ണ മുട്ട എടുത്തു. ഈ സമയം അവിടെ സൊട്ടോവച്ച് കേറി വന്നു. അയ്യോ സാറേ, ഷൂട്ട് ചെയ്യലേ, ഞങ്ങൾ മോഷ്ടിക്കാൻ വന്നതല്ല എന്നൊക്കെ നോളൻ സൊട്ടോവച്ചിനോട് പറയാണ്. അവരെ സെക്യൂരിറ്റി പിടിച്ചു മാറ്റി. സൊട്ടോവച്ച് ബിഷപ്പിന്റെ അടുത്തേക്ക് പോവുകയാണ്. ഇവിടെയാണ് മറ്റൊരു ട്വിസ്റ്റ്. ബിഷപ്പ് സൊട്ടോവച്ചിന്റെ കൂടെ വർക്ക് ചെയ്യുന്നതാണ്. സൊട്ടോവച്ചിനോട് നേരത്തെ രണ്ടുപേര് ഈ സ്വർണ്ണ മുട്ട മോഷ്ടിക്കാനായി വരുമെന്ന് ബിഷപ്പ് പറഞ്ഞിട്ടുണ്ട്. അത് സേഫ് ആക്കാൻ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. അതേപോലെ മൂന്നാമത്തെ മുട്ട എവിടെയാണ് എന്നും ഞാൻ കണ്ടുപിടിച്ചു തരാമെന്ന് സൊട്ടോവച്ചിന്റെ അടുത്ത് ബിഷപ്പ് ബിസിനസ് ഡീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇവിടെ ഒരു ബുൾഫൈറ്റ് നടക്കുന്ന സ്ഥലം കാണാം. ഇവിടെയാണ് സൊട്ടോവച്ച് അവരെ രണ്ടുപേരും കൂട്ടിക്കൊണ്ടുവന്നിട്ടുള്ളത്. ആ സ്ഥലത്തിന്റെ അണ്ടർഗ്രൗണ്ടിലായിട്ടാണ് അവരെ സൊട്ടോവച്ച് കെട്ടിയിട്ടിട്ടുള്ളത്. അവിടെ ബിഷപ്പുമുണ്ട്. സോ ബിഷപ്പ് ആക്ച്വലി സൊട്ടോവച്ചിന്റെ കൂടെ വർക്ക് ചെയ്യുന്നതാണ്. സൊട്ടോവച്ചിക്ക് മൂന്നാമത്തെ മുട്ട വേണം. അത് അറിയാൻ വേണ്ടിയാണ് നിങ്ങളെ ഇവിടെ വരുത്തിയത്. സോ ബിഷപ്പിന് ഇപ്പോൾ നോളന്റെ അടുത്തുനിന്ന് അറിയേണ്ടത് ഇതുവരെ ആരും കാണാത്ത തേർഡ് എഗ് എവിടെയാണുള്ളത് എന്നാണ്. എന്നാൽ അത് പറയാൻ നോളൻ തയ്യാറല്ല. നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ ഇവൻ, നീ പറഞ്ഞിട്ടില്ലെങ്കിൽ ഇവനെ ഞങ്ങൾ ഉപദ്രവിക്കും. അങ്ങനെ ബിഷപ്പ് ജോണിനെ ഷോക്ക് അടിപ്പിക്കുകയാണ്. പക്ഷെ എന്നിട്ടും നോളൻ ഒന്നും പറയുന്നില്ല. കളിച്ചത് മതി എന്ന് പറഞ്ഞ് സൊട്ടോവച്ച് ഷർട്ടൊക്കെ അഴിക്കുന്നത് കാണാം. എന്നിട്ട് സൊട്ടോവച്ച് ഏജന്റ് ജോണിന്റെ കഴുത്ത് പിടിച്ച് ഞെരുക്കുകയാണ്. അപ്പോൾ നോളൻ അവനെ വിട്ടേക്ക്, ഞാൻ പറയാമെന്ന് പറഞ്ഞ് അത് ഈജിപ്തിലാണുള്ളത്. ഈജിപ്തിലെ പിരമിഡിന്റെ താഴെയായിട്ടാണ് അത് ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളത്. അവിടെ ഒരു ഹിഡൻ ചേംബർ ഉണ്ട്, അവിടെയാണ് അതുള്ളത് എന്ന് പറഞ്ഞ എക്സാക്ട് ലൊക്കേഷൻ അവരോട് നോളൻ പറഞ്ഞു കൊടുക്കുകയാണ്. വാവ്, ഇത് നമുക്ക് ആഘോഷിക്കാം എന്ന് പറഞ്ഞ് ബിഷപ്പ് ഷാമ്പയിൻ ഒഴിക്കുകയാണ്. അങ്ങനെ സൊട്ടോവച്ചിയും ബിഷപ്പും ഷാമ്പയിൻ കുടിക്കുകയാണ്. എന്നാൽ സൊട്ടോവച്ച് അത് കുടിച്ചപ്പോൾ തന്നെ അങ്ങേരുടെ ബോധം പോയി. ബിഷപ്പ് അത് കുടിച്ചിട്ടില്ല. സൊട്ടോവച്ചിന്റെ ബോധം കളയാൻ വേണ്ടി തന്നെയാണ് പുള്ളിക്കാരി അത് അങ്ങേർക്ക് ഒഴിച്ചു കൊടുത്തത്. അങ്ങനെ സൊട്ടോവച്ചിന്റെ കൈവശമുള്ള മുട്ടയും എടുത്തുകൊണ്ട് ബിഷപ്പ് അവിടുന്ന് സ്ഥലം വിട്ടു. പുള്ളിക്കാരി പോയതിനു ശേഷം സൊട്ടോവച്ചക്ക് ബോധം വന്നു. ദേഷ്യത്തിൽ അങ്ങേര് തോക്കെടുത്ത് ബോധമില്ലാതെ ഇവരെ ഷൂട്ട് ചെയ്യാൻ നോക്കുകയാണ്. എന്നാൽ ബോധമില്ലാത്തത് കൊണ്ട് തന്നെ ഉന്നമൊന്നുമില്ലാതെയാണ് സൊട്ടോവച്ച് ഷൂട്ട് ചെയ്യുന്നത്. അങ്ങനെ അങ്ങേര് വെടിവെച്ചത് അവരുടെ വിലങ്ങിലാണ്. അങ്ങനെ ജോൺ ഒറ്റ അടിയിൽ അദ്ദേഹത്തെ ബോധം കെടുത്തി. ഈ സമയം നോളൻ ജോണോട് സത്യം പറഞ്ഞു, അതായത് മുട്ടയുള്ളത് ഈജിപ്തിലാണ് എന്ന് ഞാൻ കള്ളം പറഞ്ഞതാണ്. അങ്ങനെ അവര് രണ്ടുപേരും മുട്ടയുള്ള യഥാർത്ഥ ലൊക്കേഷനിലേക്ക് പോവുകയാണ്. ഈ സമയം ജോൺ നോളനോട് ചോദിക്കാണ്, ആർക്കും ഇത്രയും വർഷങ്ങളായിട്ട് അറിയാത്ത ആ ലൊക്കേഷൻ നിനക്ക് എങ്ങനെയാണ് അറിയുന്നത്? അങ്ങനെ ആ സത്യം നോളൻ ജോണോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഒരു നാസി ഓഫീസറാണ് മൂന്നാമത്തെ മുട്ട മോഷ്ടിച്ചത്. അദ്ദേഹം അത് ഒളിപ്പിക്കാൻ പല സ്ഥലങ്ങൾ തേടി നടന്നു. അങ്ങനെ അവസാനം അർജന്റീനയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു അണ്ടർഗ്രൗണ്ടിൽ അദ്ദേഹം അത് ഒളിപ്പിച്ചു വെക്കുകയാണ്. അങ്ങനെ അത് കണ്ടെത്താനായി പലരും ശ്രമിച്ചുകൊണ്ടേ നിന്നു. അതിൽ ഒരാളായിരുന്നു എന്റെ അച്ഛൻ. എന്റെ അച്ഛനും ഈ മൂന്നാമത്തെ മുട്ട കണ്ടുപിടിക്കാൻ ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിരുന്നു. എന്റെ അച്ഛന്റെ മരണത്തിന് ശേഷം ഞാൻ അദ്ദേഹത്തിന്റെ ഓഫീസൊക്കെ ഒന്ന് അന്വേഷിച്ചു. അങ്ങനെ അദ്ദേഹത്തിന്റെ മേശപ്പുറത്തുനിന്ന് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട വാച്ച് ഞാൻ കണ്ടെത്തി. ഇനി ഈ വാച്ച് ആ നാസി ഓഫീസർ ഉപയോഗിച്ച വാച്ചായിരുന്നു. അത് എന്റെ അച്ഛന് ലഭിച്ചതാണ്. എന്തായാലും ഞാനും എന്റെ അച്ഛനും തെറ്റാൻ കാരണമായ ആ വാച്ച് കണ്ടപ്പോൾ തന്നെ ഞാൻ അത് എറിഞ്ഞു പൊട്ടിച്ചു. അപ്പോഴാണ് ഞാൻ ആ സത്യം മനസ്സിലാക്കുന്നത്. ആ വാച്ചിന്റെ അകത്ത് ആ നാസി ഓഫീസർ മൂന്നാമത്തെ മുട്ടയുടെ ലൊക്കേഷൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ആ രഹസ്യം ആ വാച്ച് പൊട്ടിച്ചതിന് ശേഷമാണ് ഞാൻ അറിയുന്നത്. അങ്ങനെയാണ് എനിക്ക് ആ ലൊക്കേഷൻ കണ്ടെത്താൻ സാധിച്ചത്. ആ മുട്ട ഇപ്പോൾ ഉള്ളത് അർജന്റീനയിലാണ്. അങ്ങനെ അവര് രണ്ടുപേരും ഇപ്പോൾ അർജന്റീനയിലേക്കാണ് പോകുന്നത്. അങ്ങനെ അർജന്റീനയിലെത്തി മണിക്കൂറുകളോളം അവര് കാട്ടിലെ കൂടി നടക്കുകയാണ് ആ സ്ഥലം തേടി. ആൻഡ് ഫൈനലി അവര് ആ ബങ്കർ കണ്ടെത്തി. അവർ അങ്ങനെ അത് തുറന്ന് അകത്തേക്ക് പോയി. പക്ഷെ അകത്തേക്ക് പോയപ്പോൾ അതിന്റെയും അകത്ത് പോകാൻ ഒരു ഡോർ ഉണ്ട്. ആ ഡോർ ലോക്കാണ്. എന്നാൽ ഈ ഒരു ഡിസൈൻ നമ്മുടെ നോളന് ഭയങ്കര പരിചയമുള്ള ഒരു ഡിസൈൻ ആണ്. അത് വേറൊന്നുമല്ല, നോളന്റെ അച്ഛന്റെ വാച്ചിന്റെ ഡിസൈൻ ആണ് അത്. അങ്ങനെ നോളന് മനസ്സിലായി ഈ ഡോർ തുറക്കാനുള്ള താക്കോല് ആ വാച്ച് തന്നെയാണ്. നോളൻ എറിഞ്ഞു പൊട്ടിച്ച ആ വാച്ച് നോളൻ തന്നെ ശരിയാക്കി
നോക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ വാച്ച് അതിലിട്ട് തിരിച്ചപ്പോൾ ആ ഡോർ ഓപ്പൺ ആവുകയാണ്. അവിടെ ഇലക്ട്രിസിറ്റി ഉണ്ട്. അങ്ങനെ ലൈറ്റ്സ് ഓൺ ചെയ്തപ്പോൾ അവർ കണ്ടത് വിലപിടിപ്പുള്ള ഒരുപാട് വസ്തുക്കളാണ്. അവിടെ പൊത്തിവെച്ച ഒരു കാർ കാണും. അത് തുറന്നു നോക്കിയപ്പോൾ അതൊരു ക്ലാസിക് മെർസിഡീസ് ബെൻസ് ആണ്. ഇതിന് ഇന്ന് 25 മില്യൺ US ഡോളേഴ്സ് എങ്കിലും വില കാണും. അതേപോലെ അവിടെ ഒരു പെട്ടിയിൽ നിന്ന് ആ മൂന്നാമത്തെ മുട്ടിയും നോളൻ കണ്ടെത്തി. എന്നാൽ ഇവിടെ ദാ വീണ്ടും ബിഷപ്പ് തോക്കുമായി എത്തുകയാണ്. നീ ഈജിപ്ത് എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ തന്നെ ഞാൻ ഈജിപ്തിലേക്ക് പോകുമെന്ന് നീ കരുതിയോ? ഞാൻ നിങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. മര്യാദക്ക് ആ മുട്ട എനിക്ക് താ. പുള്ളിക്കാരുടെ തോക്കിന്റെ മുൻപിലായതുകൊണ്ട് തന്നെ വേറെ വഴിയില്ലാതെ നോളൻ ആ മുട്ട ബിഷപ്പിന് കൊടുക്കാനേ പോവുകയാണ്. എന്നാൽ ഈ സമയം അവിടെ ഇൻസ്പെക്ടർ ദാസും പോലീസ് ഓഫീസേഴ്സും എത്തിയിട്ടുണ്ട്. അവരെ ഷൂട്ട് ചെയ്യാനായി തുടങ്ങി. സോ പുള്ളിക്കാരി ബിഷപ്പിനെ ഫോളോ ചെയ്താണ് ഇവിടെ എത്തിയത്. പിന്നെയുള്ള സീനും സിമ്പിളായി എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ അവര് ചെയ്തത് എന്തെന്ന് വെച്ചാൽ അവര് 3 പേരും ഇൻസ്പെക്ടറുടെ അടുത്തുനിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ആ മെർസിഡീസ് ബെൻസ് കാർ സ്റ്റാർട്ട് ചെയ്ത് അതുമായി അവിടുന്ന് രക്ഷപ്പെടുകയാണ്. ഇൻസ്പെക്ടർ ദാസും ഓഫീസേഴ്സും അവിടെയുള്ള വേറെ കാർ സ്റ്റാർട്ട് ചെയ്ത് അവരെ ചേസ് ചെയ്യുകയാണ്. എന്നാൽ അവസാനം എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ റോഡ് അവസാനിക്കാനായി ഒരു വെള്ളച്ചാട്ടമാണ് മുന്നിലുള്ളത്. എന്നാൽ നിർത്തിയാൽ ഇൻസ്പെക്ടർ ദാസ് അറസ്റ്റ് ചെയ്യും. അതിനേക്കാൾ നല്ലത് മുന്നിലേക്ക് പോകുന്നതാണ് എന്ന് പറഞ്ഞ് ബിഷപ്പ് കാർ നിർത്താതെ മുന്നോട്ടേക്ക് തന്നെ എടുത്ത് വെള്ളത്തിലേക്ക് വണ്ടി ചാടിച്ചു. സോ ഇവിടെ മുട്ടയുമായി നോളൻ കരയിലേക്ക് കയറി. എന്നാൽ ഏജന്റ് ജോണിനെ കാണുന്നില്ല. മുട്ട അവിടെ വെച്ച് ജോണിനെ അന്വേഷിച്ച് നോളൻ പോവുകയാണ്. അപ്പോ ദാ ജോൺ നീ എവിടത്തേക്കാ പോകുന്നതെന്ന് ചോദിച്ച് അവിടെ വന്നു. അങ്ങേര് ആദ്യം രക്ഷപ്പെട്ട് കരയിൽ കയറിയിരുന്നു. അതിനുശേഷം ദാ ബിഷപ്പ് വെള്ളത്തിൽ നിന്ന് വരുന്നു. ആൾ ആകെ ടയർഡ് ആയിട്ടാണുള്ളത്. നീ എന്തായി വിചാരിച്ചേ? നിനക്ക് മുട്ടയുമായി പോകാൻ പറ്റുമെന്നോ? ഇതിന് ഞങ്ങളുടേതാണ്. എന്റെ സുഹൃത്ത് ഏജന്റ് ജോൺ ഇപ്പോൾ നിന്നെ അറസ്റ്റ് ചെയ്യും. അങ്ങനെ ഏജന്റ് ജോൺ വിലങ്ങുമായി ബിഷപ്പിനെ അറസ്റ്റ് ചെയ്യാനായി പോവുകയാണ്. ഞാൻ പറഞ്ഞതല്ലേ അവസാനം ഞാൻ നിന്റെ കയ്യിൽ വിലങ്ങിടുമെന്ന്. അങ്ങനെ ഏജന്റ് ജോൺ ബിഷപ്പിന്റെ കയ്യിൽ വിലങ്ങിട്ടു. എന്നാൽ ഇവിടെയാണ് ട്വിസ്റ്റ്. ജോൺ ബിഷപ്പിനെ കിസ് ചെയ്യുകയാണ്. അതായത് ബിഷപ്പിന്റെ ബോയ് ഫ്രണ്ട് ആണ് ജോൺ. ഇതിന്റെയൊക്കെ മാസ്റ്റർ ബ്രെയിൻ ജോണിന്റേതാണ്. അപ്പൊ ഇത് കണ്ട് നോളന്റെ കിളി പോയി. അങ്ങനെ നോളന്റെ കയ്യിൽ നിന്ന് അവര് മുട്ട വാങ്ങിക്കുകയും നോളനെ അവിടെ വിലങ്ങിലിട്ട് അവർ രണ്ടുപേരും രക്ഷപ്പെടുകയും ചെയ്തു. ഇനിയുള്ള കഥ കൈറോയിൽ വെച്ചാണ്. അതായത് ഇവിടെയാണ് ആ ബില്യനറിന്റെ മകളുടെ കല്യാണം നടക്കുന്നത്. ഇദ്ദേഹത്തിനാണ് ജോണും ബിഷപ്പും 3 മുട്ടകൾ വിറ്റത് 300 മില്യൺ US ഡോളേഴ്സിന്. അപ്പൊ ഇതാണ് ബില്യനറിന്റെ ക്ലിയോപാട്ര എന്നു പേരുള്ള മകൾ ഈ ഗിഫ്റ്റ് കണ്ടപ്പോൾ ഷോക്കായി. പക്ഷെ ഇതിനേക്കാൾ പുള്ളിക്കാരി ഷോക്കായത് അവിടുന്ന് പാട്ട് പാടുന്ന സിംഗറിനെ കണ്ടിട്ടാണ്. അത് വേറെ ആരുമല്ല എഡ് ഷീറൻ ആണ്. അങ്ങനെ അച്ഛന് കൊടുത്ത മുട്ട സമ്മാനം നോക്കാതെ എഡ് ഷീറന്റെ അടുത്തേക്ക് പുള്ളിക്കാരി ഓടി പോവുകയാണ്. ഈ കല്യാണത്തിന് നമ്മുടെ ജോണും ബിഷപ്പും ഉണ്ട്. പക്ഷെ അവിടെയും ഇൻസ്പെക്ടർ ദാസും ടീമും എത്തി. എന്നിട്ട് ആ ബില്യനറിനെ അറസ്റ്റ് ചെയ്ത് തൊണ്ടി മുതലായ മുട്ടകൾ കൊണ്ടുപോവുകയാണ്. 6 മാസങ്ങൾക്ക് ശേഷം സർദീനിയയിൽ വെച്ച് 300 മില്യൺ കിട്ടിയ ജോണും ബിഷപ്പും അവിടെ യാപ്റ്റിൽ എൻജോയ് ചെയ്യുകയാണ്. എന്നാൽ അവിടേതാ അവരെ തേടി നോളൻ എത്തി. ഞാൻ ഇനി കുറച്ച് ഫ്ലാഷ് ബാക്ക് പറയാം. അതായത് അവർ നോളനെ വിലങ്ങിലിട്ട് പോയതിനു ശേഷം ഇൻസ്പെക്ടർ ദാസ് നോളനെ അറസ്റ്റ് ചെയ്തു പോകുന്ന വഴി നോളൻ അവിടുന്ന് രക്ഷപ്പെട്ടു. പിന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട്സ് ഇത്രയും നാൾ ഇൻസ്പെക്ടർ ദാസ് മോണിറ്റർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ 300 മില്യൺ US ഡോളേഴ്സ് ഉള്ള ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ചെയ്തിട്ടാണുള്ളത്. അപ്പോൾ ജോൺ ബാങ്ക് അക്കൗണ്ട് ചെക്ക് ചെയ്തപ്പോൾ ശരിയാണ്, അവരുടെ പണമെല്ലാം ഇന്റർപോൾ ഫ്രീസ് ചെയ്തു. അവർക്ക് ആ പണം ഉപയോഗിക്കാൻ കഴിയത്തില്ല. സാരമില്ല, നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. നിങ്ങൾക്ക് തരാൻ എന്റെ കയ്യിൽ ഒരു ഓഫർ ഉണ്ട്. ഇതിനേക്കാൾ വലിയ ഒരു ഡീലാണ് അത്. നമ്മൾ 3 പേരും ഒന്നിച്ചു നിന്നാൽ നമുക്ക് അത് അച്ചീവ് ചെയ്യാം. പക്ഷേ നമ്മൾ ഇവിടുന്ന് പെട്ടെന്ന് പോകണം. കാരണം ഇൻസ്പെക്ടർ ദാസ് ഈ ലൊക്കേഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഏത് നിമിഷവും പുള്ളിക്കാരി ഇവിടെ എത്തും. അങ്ങനെ നോളന്റെ ഓഫർ ജോണും ബിഷപ്പും സ്വീകരിച്ചു. ഇവിടെ ഇൻസ്പെക്ടർ ദാസും ഫോഴ്സും ഒരുപാട് ബോട്ടിൽ വന്ന് അവരുടെ യാക്ട് വളർന്നതായി കാണാം. എന്നാൽ അതിൽ അവര് 3 പേരുമില്ല. അവർ ഓൾറെഡി സ്ഥലം വിട്ടു. അങ്ങനെ കഥയുടെ അവസാനം പുതിയൊരു മിഷൻ ചെയ്യാനായി അവര് 3 പേരും ഒന്നിച്ചു. അഥവാ അവര് 3 പേരും ഒറ്റക്കെട്ടായി. ഇവരുടെ 3 പേരുടെയും മേൽ ഇൻസ്പെക്ടർ ദാസ് റെഡ് നോട്ടീസ് അടിച്ചു. അപ്പോൾ റെഡ് നോട്ടീസ് എന്തെന്ന് വെച്ചാൽ ലോകത്തിലെ തന്നെ ഏറ്റവും മോസ്റ്റ് വാണ്ടഡ് ക്രിമിനൽസിന്റെ തലക്ക് മുകളിൽ ഇടുന്ന അറസ്റ്റ് വാറന്റിനെയാണ് റെഡ് നോട്ടീസ് എന്ന് പറയുന്നത്. എവിടെയാണ് റെഡ് നോട്ടീസ് എന്ന സിനിമ അവസാനിക്കുന്നത്.